ഹലോ ഗൈസ്, വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പോൾ ഇത് ഇത്തിരി സാഡാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ അഹല്യ എന്നൊരു കുട്ടി, 9 വയസ്സുള്ള കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് 2 ദിവസം മുന്നേ കണ്ടിരുന്നു. പക്ഷെ എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരുന്നില്ല. ഇന്നത്തെ ഒരു വേറെ ന്യൂസ് കണ്ടപ്പോഴാണ് ആ കുട്ടി സ്വയമേ കുരുക്കിട്ടതാണെന്നും കുരുക്ക് മുറുകിയിട്ട് തന്നെയാണ് കുട്ടി മരിച്ചു പോയതെന്നും അറിയാൻ കഴിഞ്ഞത്. വളരെ സങ്കടം തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു മരിക്കാണ്ടായ കാരണം എന്ന് പോലീസ് പറയുന്നത്, ആ കുട്ടിയുടെ മൂത്തൊരു കുട്ടിയുണ്ട് 9 വയസ്സുള്ളത്. ആ കുട്ടിയുടെ ഇളയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 9 വയസ്സാണ്. ആ കുട്ടിയുടെ ഇളയൊരു കുട്ടിയുണ്ട് 1.5 വയസ്സുള്ളത്. അപ്പോൾ അമ്മ വീട്ടുജോലികൾ ചെയ്യാനായിട്ട് ആ കുട്ടിയെ നോക്കാനായിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഏൽപ്പിച്ചു. 9 വയസ്സ് അഹല്യന്റെ അടുത്ത് ഈ ചെറിയ കുട്ടിയെ, ഇളയ കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ വീട് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ആ കുട്ടിയുടെ അശ്രദ്ധ മൂലം ആ കുട്ടി അത് വീണു. ഈ 1.5 വയസ്സുള്ള കുട്ടി വീണപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട് ചീത്ത പറഞ്ഞു, നീ നോക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ, നീ എന്താ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞോ. പക്ഷെ അവൾക്കത് ഭയങ്കര ഫീൽ ചെയ്തു. പക്ഷെ അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറിയ കുട്ടി വന്നപ്പോൾ എൻ്റെ മേലൊരു സ്നേഹം കുറഞ്ഞു. അതായത് 9 വയസ്സെന്ന് പറയുമ്പോൾ 8 വർഷത്തെ ഡിഫറൻറ്റ് ഉണ്ട് ഇവർ തമ്മിൽ. 8 വർഷത്തിന് ശേഷമാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മയ്ക്കും ആ കുട്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ, ചെറിയ കുട്ടികൾ എപ്പോഴും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ എന്നാലും ചെറിയ കുട്ടികൾ കുറെ നമ്മൾക്ക് വൈകി ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് സ്നേഹം കൂടുതലായിരിക്കും അവരുടെ മേലെ. അപ്പോൾ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ടാവും, ഇത്രയും കാലം എന്നെ മാത്രമായിരുന്നു സ്നേഹിച്ചത്, 8 വർഷമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ ആയിരുന്നു കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു കുട്ടി വന്നപ്പോൾ എൻ്റെ മേലെ കെയറിങ് കുറഞ്ഞു എന്ന് സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് തോന്നിപ്പോയി. എല്ലാവിടെയും ഉള്ളതാണ്, എല്ലാ കാലഘട്ടത്തിലും ഉള്ളൊരു സംഭവമാണ്. മൂത്ത കുട്ടികളുള്ളപ്പോൾ ഒരു ചെറിയ കുട്ടി ഉണ്ടായാൽ ഒരു കെയറിങ് കുറഞ്ഞ പോലെ മൂത്തയോട് ഫീൽ ചെയ്യുന്നത് അത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വലുതായി പ്രായമായി നമ്മൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സമയം ആകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ നമ്മളുടെ കുട്ടികളെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ മക്കൾക്കറിയില്ല, ചെറിയ മക്കൾക്ക് അവർക്കത് അറിയില്ല. ഈ കുട്ടിക്ക് 9 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിക്ക് അത് അറിയാനുള്ളൊരു പ്രായമോ അതിനുള്ള പക്വതയോ വന്നിട്ടില്ല. പെട്ടെന്ന് അമ്മ അങ്ങനെ ചീത്ത പറഞ്ഞു. ആ കുട്ടിയുടെ മനസ്സ് അത്രയും നൊന്തു. ഇനി ഞാനിപ്പോൾ എന്തിന് ആ കുട്ടി അമ്മയ്ക്ക് ലോറി കൊടുക്കാം. അപ്പോൾ ആ കുട്ടിക്ക് അമ്മയ്ക്ക് ഈ കുട്ടി ഉണ്ടല്ലോ, സ്നേഹിക്കാനും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതായിരിക്കാം ഈ കുട്ടി ഇങ്ങനെ ആ മുത്തശ്ശി മുട്ട പൊരിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശി അടുത്ത് ചോദിച്ചിട്ട് മുത്തശ്ശി മുട്ട പൊരിച്ച് കൊടുക്കാൻ വേണ്ടി പോയ ഒരു ഗ്യാപ്പിലാണ് ആ കുട്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോഴും അമ്മയില്ല. അമ്മ തുന്നൽ ജോലി എന്തോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവര് തുന്നൽ അടിച്ച ഈ ഡ്രസ്സ് ആരൊക്കെ കൊടുക്കാനോ എന്തിനു പോയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. എന്തായാലും ഭയങ്കര സങ്കടമായി. എന്താ പറയാ, കുട്ടികളെ കുറച്ചുകൂടി കെയറിങ് ചെയ്യണം. കുട്ടികളെ കുറച്ചുകൂടി നിങ്ങൾ നല്ല എന്താ പറയാ, കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം കുട്ടികളെ. ഒരുപാട് ഷൗട്ട് ചെയ്യാതെ എന്താ പറയാ, നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലാതെ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കൊന്നും ഒരു പക്വതയും അതിന് ആ ഒരു ഏജിന്റെ അതൊന്നും ഇല്ല. ഇപ്പൊ കാര്യഗൗരവം ഇല്ല. അതായത് അവർക്ക് നല്ല നോളേജ് ആണ്. ഇപ്പൊ മൊബൈൽ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലൂടെ അവർക്ക് ഒരുപാട് ബാക്കിയുള്ള നോളേജുകൾ കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ഇത് കുറവാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ സഹനശേഷി വളരെ കുറവാണ്. അവർക്ക് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്ക് ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചിട്ടുള്ളത് ഇതുപോലെ ചീത്ത പറഞ്ഞു, അച്ഛനെ തല്ലി, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ പോയി തല്ലൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള പേടിയോട് കൊണ്ട് ചെയ്ത ഒരുപാട് ഇത് മരണങ്ങൾ ഈ അടുത്തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കാറ് വേണം, അല്ലെങ്കിൽ ബൈക്ക് വേണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള പിള്ളേരും ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ തന്നെ എനിക്ക് അത് വേണം, എനിക്ക് ഐഫോൺ വേണം, അവർക്കത് വാങ്ങിച്ചു തരാനുള്ള കഴിവുണ്ടോന്ന് പോലും ഈ മക്കള് ആലോചിക്കാനില്ല. ചില കുട്ടികൾ കേട്ടോ, അങ്ങനെ എല്ലാവരും ഒരേപോലെ എന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഏറെ ഈ ന്യൂജൻ പിള്ളേരിൽ ഏറെക്കുറെ പിള്ളേരും ഇങ്ങനെ അതേ വാശി കാണിച്ചിട്ട് ആ ഒരു കാര്യം നേടിയെടുക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നുണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കും അതുപോലെ വേണം എന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ നമ്മൾ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരുടെ അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ അവരുടെ വളരുന്ന സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ പോലെയല്ല നമ്മളുടേത്. നമ്മളുടെ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾക്ക് അത് കുറച്ച് നമ്മൾക്ക് എന്താ പറയുക, കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരില്ല എന്ന് പറയുന്നില്ല, തീർച്ചയായിട്ടും മേടിച്ചു തരാം.
പക്ഷേ കുറച്ച് സമയം വേണം. അവരുടെ അച്ഛൻ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ ഒന്നും നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യാൻ നമ്മൾക്ക് കഴിയില്ല എന്ന് മക്കൾക്ക് മനസ്സിലാക്കും. പിന്നെ പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അച്ഛന്മാരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കള് ചോദിച്ചതും വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മളുടെ ചെറുപ്പകാലത്തൊന്നും നമ്മൾ ചോദിച്ചത് സാധനങ്ങൾ കിട്ടില്ലായിരുന്നു. അച്ഛനെ മുന്നിൽ പോലും നമ്മൾ പോയി നിൽക്കില്ലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും നമ്മൾക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരെ ഭയങ്കര ബഹുമാനത്തിലും ഭയങ്കര ഇതിലാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പൊ അവരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മാറിപ്പോകും. പക്ഷെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പണ്ടത്തെ എന്ന് പറയുമ്പോൾ 90s എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, പേരൻസിനൊക്കെ കുറച്ച് അകൽച്ച കൂടുതൽ തന്നെ ആയിരുന്നു. ഇപ്പോഴത്തെ കാലം അതില്ലാന്ന് പറയാനേ പറ്റില്ല. ഇന്നത്തെ മക്കൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോളിൽ കയറ്റി സംസാരിക്കുക, നമ്മൾ ഒപ്പം എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ ഫ്രണ്ട്ലി ആയിരിക്കണം മക്കളുടെ അടുത്ത് എപ്പോഴും നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം. നമ്മൾ അവരുടെ കൂട്ടുകാരായിരിക്കണം, നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. എപ്പോഴും എന്ത് കാര്യം നമ്മളത് ഷെയർ ചെയ്യണം. ഇന്നത്തെ കാലഘട്ടം ഭയങ്കര മോശമായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് നമ്മൾ സാധനങ്ങൾ ചോദിച്ച് മേടിച്ചു കൊടുക്കുന്നതോട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കൂടെയുള്ള മക്കൾക്കും ചിലപ്പോൾ അതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ, ഒരു 200 cc ബൈക്ക് വേണമെന്നൊരു പയ്യൻ ഒന്ന് പറയുകയാണ്. അച്ഛൻ അപ്പം തന്നെ മേടിച്ചു കൊടുക്കുകയാണ്. ഈ 200 cc ബൈക്ക് കൊണ്ട് ഓടിക്കാനുള്ള റോഡുണ്ടോ ഇവിടെ? അല്ലെങ്കിൽ അവൻ അത് മേടിച്ചു കൊടുക്കുന്നത് കൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് തന്നെ ബുദ്ധിമുട്ടാകുമോ എന്നടക്കം ചിന്തിക്കുന്നില്ല. നീ ജോലിയെടുത്ത് കാശുണ്ടാക്കി നീ വാങ്ങുന്നതും എൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങുന്നതിലും കുറച്ച് പരിമിതികളുണ്ടെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വേണം. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചാൽ നമ്മളത് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല. നമ്മളപ്പോൾ വിചാരിക്കും, ഓ ഒന്ന് ആലോചിക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അച്ഛനമ്മമാർക്ക് 2 അല്ല, എത്ര മക്കളുണ്ടെങ്കിലും എല്ലാവരും ഒന്നാണ്. അതില് എന്താ പറയാ, അതില് എങ്ങനെ സ്നേഹം ഒരു മകനെ കുറച്ച് കൂടുതലും കുറവും അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. പിന്നെ ആണെങ്കിൽ പേരൻസും ഇതിൽ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ മക്കള് പറഞ്ഞാൽ പെട്ടെന്ന് വയലന്റ് ആവുകയും കുറേ ഇപ്പോൾ കൊലപാതകം ഇപ്പോൾ നടന്നിട്ടുള്ള കാലമാണല്ലോ. ഈ പേരൻസിനെ ഉമ്മാനെ കൊന്നു, അതൊക്കെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അല്ല, അതിപ്പോ ലഹരിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോ 2K കിഡ്സിനെ എല്ലാവരും നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. എല്ലാവരും നല്ല കുട്ടികളെല്ലാം നമ്മൾ ഒരിക്കലും പറയില്ല എല്ലാവരും നല്ല കുട്ടികളെന്ന് പറയുന്നില്ല. നമ്മൾ എപ്പോഴും അവരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു ശ്രദ്ധ വേണം. പിന്നെ ചെറിയ കുട്ടികളോടുള്ള സ്നേഹം പോലെ വലിയ കുട്ടികളെയും ഒപ്പം അവർക്ക് ഫീൽ ചെയ്യാത്ത ലെവലിൽ കൊണ്ടുപോകാൻ നോക്കുക. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ അവരോടുള്ള ശ്രദ്ധ കൂടും. ഒരിക്കലും അച്ഛനമ്മയെ തെറ്റി പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോൾ അവരോടുള്ള ശ്രദ്ധ നമ്മൾക്ക് കൂടും. പിന്നെ കുറച്ച് വൈകിട്ടും കൂടി ആകുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധ കൂടും. പക്ഷേ ഈ മൂത്ത കുട്ടിക്ക് അവർ വന്നത് കൊണ്ട് എൻ്റെ സ്നേഹം കുറഞ്ഞു എന്നൊരു തോന്നൽ ഇല്ലാത്ത പോലെ നോക്കുക. പിന്നെ ആണെങ്കിൽ ഈ പേരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ കമ്പാരിസൺ കൂടുതൽ ഉള്ളൊരു ഇതാണ്. എല്ലാ പേരൻസും ഇപ്പം പണ്ട് തൊട്ടിട്ടേ അവൾ അങ്ങനെയാണ്, അവൾ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, നീ എന്താ പഠിക്കാത്തത്, അല്ലെങ്കിൽ നീ എന്താ അങ്ങനെ ചെയ്യാത്ത, അവൾക്ക് ആ കഴിവുണ്ട് ഈ കഴിവുണ്ട്, നീ എന്താ അങ്ങനെ ഒരു നമ്മളുടെ ഒരു എന്താ പറയാ ഹ്യൂമിലൈസേഷൻ, ആ ഒരു എന്താ പറയാ ഒരു അവരെ നല്ലതാക്കി പറഞ്ഞിട്ട് നമ്മളെ കൊച്ചാക്കുന്നത് അത് ചില കുട്ടികൾക്ക് തീരെ പറ്റില്ല. ചില കുട്ടികൾക്ക് എന്നല്ല, എല്ലാവർക്കും അത് ഭയങ്കര ഫീൽ ചെയ്യണ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കി നമ്മുടെ മക്കൾക്ക് എന്താണോ കഴിവ് അതിനനുസരിച്ച് മൂവ് ചെയ്യുക, അതേ പറ്റുള്ളൂ. ഓരോ കുട്ടികൾക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അവർക്ക് എന്താ ഇഷ്ടം ആ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ അത് പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. അതായത് നമ്മളുടെ മക്കളുടെ കഴിവ് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. അതിന് പറ്റിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. നമ്മളുടെ 90s എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകും. പക്ഷെ അത് നമ്മൾക്ക് പുറത്തെടുക്കാനോ അത് നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമ്മൾ കാര്യത്തിൽ അറിയിക്കാനോ ഒന്നും നമുക്ക് അറിയില്ല. നമ്മളെക്കാട്ടും അറിവുള്ളവരെടുത്ത് അത്രത്തോളം സപ്പോർട്ടീവ് അല്ലായിരുന്നു 90s. അല്ല, സപ്പോർട്ടീവുള്ള പാരന്റ്സും എല്ലാത്ത പാരന്റ്സും ഇല്ലായിരുന്നു. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്നിപ്പോ നമ്മളെക്കാട്ടും അറിവുള്ളവരെടുത്ത് വേണം നമ്മുടെ കഴിവുകൾ കാണിക്കാൻ. അപ്പോഴേ അവർ ആ കഴിവിനെ വളർത്താനുള്ള ഇത് അറിവ് അവർക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ പ്ലാറ്റ്ഫോം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ നമ്മൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, നല്ലൊരു എന്താ പറയാ നല്ലതും കെട്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിച്ചെടുക്കാനുണ്ട്. അപ്പോ കുട്ടികളെ എപ്പോഴും നന്നായി ശ്രദ്ധിക്കുക. പാരന്റ്സ് ആയാലും ഇത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട്
പിന്നെ ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഒരു കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അത് ഒരു പ്രൈവറ്റ് ആയിട്ടല്ലാതെ പബ്ലിക്കിൽ യൂസ് ചെയ്യുന്ന പോലത്തെ, അതായത് ഇപ്പോൾ ഒരു റൂമിൽ വെക്കാതെ ഒരു ഹാളിൽ വെച്ചിട്ട് എല്ലാവർക്കും അതിൽ വർക്ക് ചെയ്യണ പോലെയും അല്ലെങ്കിൽ കാണുന്ന പോലെയും എല്ലാവരും ഇതാക്കുന്ന പോലെയൊക്കെ അവരെ ഇതാക്കുക. ഇപ്പോൾ നമ്മൾക്ക് കൊറോണയ്ക്ക് ശേഷമാണ് ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയുള്ള ഒരു പഠിപ്പും ഓൺലൈനിലൂടെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നത്. വാട്സപ്പ് വഴി ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ അയച്ചു തരാമെന്ന് ടീച്ചർമാർ പറയും. നോട്ട്സുകളൊക്കെ വാട്സപ്പിലൂടെ ചെയ്താൽ മതി പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കൊടുത്തു വിടും. നമ്മൾക്ക് ഈ അവർക്കായിട്ട് തനിയൊരു ഫോൺ വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞു മക്കൾക്ക്. അവർക്ക് എന്താ പറയുക, ഇപ്പോഴൊക്കെ മക്കൾക്ക് തനിയെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ ഉണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ എത്രയും എന്താ പറയുക ഫോണില്ല, ഒരു സംഭവം ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് തനിയെ ഈ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർക്ക് പോലും യൂട്യൂബ് ചാനലുണ്ട്, അവർക്ക് മറ്റേ ഇതുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ ഉണ്ട്. പറയുന്നത് പേരൻസിന്റെ ഒരു കണ്ണെപ്പോഴും ഒരു പ്രസന്റ് എപ്പോഴും വേണം. പേരൻസ് എപ്പോഴും അവരെ ശ്രദ്ധിക്കണം. അവർക്ക് അറിയില്ല തെറ്റേതാണ് ശരിയേതാണെന്ന് അറിയില്ല. ഈ യൂസ് ചെയ്യുന്ന മൊബൈലിലെ ആപ്ലിക്കേഷനും അറിയില്ല അത് കുട്ടിയാണോ വലിയവരാണോ എന്ന്. അപ്പോൾ ആപ്ലിക്കേഷനിൽ വരുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ ചില സമയത്ത് നാണം കിട്ടും. കുട്ടികളുടെ മൊബൈലിൽ നമ്മൾ എടുക്കുകയും നമ്മളെ കുട്ടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയും യൂട്യൂബ് എടുക്കുക, അത് അതിന് ഇന്റർഫേസ് കാണുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വരുന്ന ഓരോ എന്താ പറയാ മോശമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, അതിൽ കാണിക്കുന്ന ഓരോ സീനുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പടത്തിന്റെ ഒരു റിവ്യൂ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധിച്ച റിവ്യൂ ആയിക്കോട്ടെ, അത് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ അവരെ മുന്നിൽ നിന്നിട്ട് നോക്കാൻ ഭയങ്കര നമുക്കറിയാം. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലല്ലോ അതെന്താ സംഭവം എന്ന് വെച്ചിട്ട് അവരത് എടുത്തു നോക്കും. ഈ സമൂഹത്തിന് മൊത്തം മാറ്റാൻ നമ്മളെ കൂടെ കഴിയില്ല. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ കൂടെ ഉണ്ടാകുക, നമ്മുടെ കൈക്കുമ്പിളിൽ തന്നെ പാരന്റ്സ് വെക്കുക, നമ്മളൊരു ഫ്രണ്ട്സായിട്ട് അവരെ കാണുന്ന പോലെ നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുക. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്, അമ്മ എന്തുകൊണ്ടാണ് ചീത്ത പറഞ്ഞതെന്ന് അവർക്ക് അപ്പോൾ തോന്നണം. അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും അച്ഛന്, ബിസിനസ് പരമായിട്ടോ വേറെ എന്തെങ്കിലും പരമായിട്ടോ ടെൻഷൻ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും പറയാം. അല്ലെങ്കിൽ അച്ഛൻ എന്നെ പറയാറില്ലല്ലോ എന്ന് തോന്നണ ഒരു ഇതിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാമായിരിക്കുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തിനാ എന്നെ ചീത്ത പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട ഒരു സ്പേസ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ഇത് നമ്മൾ അവർക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ട് തന്നെ മാനേജ് ചെയ്യണം. പിന്നെയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് പറഞ്ഞാൽ പല സമൂഹത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ബസ്സിൽ പോകണു, ആ കുട്ടിക്ക് എന്താണ് ഇപ്പൊ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അപ്പൊ നമ്മള് അമ്മമാര് എന്താ പറയാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും തുറന്ന് അമ്മയായാലും അച്ഛനായാലും, അതായത് നമ്മുടെ മക്കളുടെ അടുത്ത് എപ്പോഴും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും, നിനക്ക് എന്ത് ബുദ്ധിമുട്ട്, ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഇന്നിപ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്നൊരു വിഭജനമില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ അവര് നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ളൊരു സാഹചര്യവും നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുകയും വേണം. അതായത് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ പറഞ്ഞോളൂ, തീർച്ചയായും ഞങ്ങളത് പരിഹരിക്കുന്നതായിരിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും അവരുടെ അടുത്ത് ഒരു ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മള് ഇനിയിപ്പോൾ അവർ അത് പറഞ്ഞാൽ എന്നെ പഠിത്തം നിർത്തി പോകുമോ, എൻ്റെ അടുത്ത് പഠിക്കാൻ പോകണ്ടെന്ന് പറയോ, ബസ്സിൽ പോകണ്ടെന്ന് പറയോ, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിലോടെ കൂടിയിട്ട് എന്നെ അവസാനിപ്പിക്കുമോ, എന്നെ പെട്ടെന്ന് എൻ്റെ ഇതിലൂടെ എന്റെ പഠനം അവസാനിപ്പിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് വരില്ല. ഇല്ല, എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ പോസിറ്റീവായിട്ട് തന്നെ ഒരു എടുക്കും. അത് പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റമായിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്ന പോലെ നമ്മൾ അവരുടെ അടുത്ത് ഇതാവണം. പിന്നെ എപ്പോഴും കുട്ടികളെ ആയിക്കോട്ടെ ആരെ ആയിക്കോട്ടെ എപ്പോഴും നമ്മളൊരു ക്രൗഡിൽ ഒരു സദസ്സിൽ അവരെ ചീത്ത പറയാതെയും അവരോട് ദേഷ്യം കാണിക്കാതെയും ഇരിക്കാൻ നോക്കുക. എപ്പോഴും അവരുടെ അടുത്ത് മാറ്റി വിളിച്ചു കൊണ്ടുപോയിട്ട് അടുത്ത് പറയാം, മോളെ നീ ചെയ്ത് ശരിയായില്ല, മോനെ നീ ചെയ്ത് ശരിയായില്ല, ശ്രദ്ധിക്കണം കേട്ടോ, നീ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് ഒരു സദസ്സിന് പറയാതെ അവരെ തനിച്ച് മാറ്റി നിർത്തി പറയാം. അത് അച്ഛനെ വല്ലതും പറയുകയാണെങ്കിൽ അമ്മയടക്കം, അതായത് വൈഫ് അടക്കം അറിയാത്ത ലെവലിൽ പറയുന്നതായിരിക്കും. കുഴപ്പമുള്ള കാര്യമില്ല, പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമുണ്ട്. അവർക്ക് നമ്മുടെ മേലുള്ളൊരു സ്നേഹവും ഇതും അതായത് കൂടുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അവർ നശിച്ചു പോവില്ല, ഗ്യാരണ്ടി പറയാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്താ പറയാ, പാരന്റ്സ് ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ട്. കുട്ടികളൊന്നും മനസ്സിലാക്കുക, അച്ഛനമ്മമാർക്ക് മക്കള് എത്ര പേരാണെങ്കിലും ഒന്ന് തന്നെയാണ്. എപ്പോഴും അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. ഒരിക്കലും ഒരു അബദ്ധവും ചെയ്തു പോകരുത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റിപ്പോയാൽ പിന്നീട് അത് തിരിച്ച് മാറ്റാനോ തിരുത്താനോ കഴിയില്ല. അപ്പോൾ എപ്പോഴും
പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ബാക്കി ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. പഠിപ്പാണ് ഏറ്റവും വലുത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഇന്ന് ലോകത്തൊന്നുമേ ഇല്ല. ഏറ്റവും വലുത് വിദ്യാഭ്യാസം തന്നെയാണ്. എല്ലാ മക്കളും, ചെറുത് വലുതെന്നല്ല, എല്ലാ മക്കളും നന്നായി പഠിക്കുക, മുന്നിലേക്ക് പോവുക. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് എടുത്ത് പറയാണ്, ഞങ്ങൾ അങ്ങനെ വലിയൊരു ജീനിയസോ അല്ലെങ്കിൽ വലിയൊരു മോട്ടിവേറ്ററോ അങ്ങനെ സ്പീക്കർ അങ്ങനെയൊന്നും അല്ല. ഞങ്ങളൊന്ന് സമൂഹത്തിൽ കണ്ടപ്പോൾ, സമൂഹത്തിൽ ഇതേ സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ അതിനോട് കുറച്ച് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ വാക്കുകൊണ്ട് ആരെങ്കിലും 1-2 പേര് കേട്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലാകാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ അങ്ങനെ വലിയ ഇതായിട്ട് പറയല്ല. ഞങ്ങൾക്കും ഒരുപാട് കുറവുകളും തെറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാവും, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ.